ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പല രീതിയിൽ ചിക്കൻ വെക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാട്ടിത്തരാൻ പോകുന്നത്. അതുപോലെ തന്നെ വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റിയും നമുക്ക് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 സ്പൂൺ തൈരും ഉപ്പും മഞ്ഞപ്പൊടിയും പുരട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4 സവാളയാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൽ കുറേശ്ശെയായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അരിഞ്ഞു വെച്ച 4 സവാളയും ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പം ഞാനിത് മാറ്റി അവിടെ വെക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പാചകത്തിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം 2 സ്പൂണോളം വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇഞ്ചി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളകാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒന്ന് വാടിയതിന് ശേഷം പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാല പരിചയപ്പെടാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വരളാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്കെടുക്കാം. എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതവിടെ വേകുന്ന നേരം കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള നന്നായിട്ട് കൈകൊണ്ട് തിരുമി നന്നായിട്ട് പൊടിച്ച് ഒന്നെടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമുക്ക് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ 10 മിനിറ്റ് വെന്ത ചിക്കനിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ആ വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ചെടുക്കണം. അപ്പോൾ പറ്റിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടിയൊന്നും വെക്കാതെ തന്നെ നമുക്ക് ഇളക്കി ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ റൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.